കൂട്ടുകാരെ, ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരു മെസ്സിയെ തോളിലേറ്റുന്നവരാകരുത്, അങ്ങനെ റൊണാൾഡോയെ തോളിലേറ്റുന്നവനാകരുത്. അതുപോലെയുള്ള ഏതോ നിസ്കാരം അറിയാത്ത, എന്താണ് നിസ്കാരം എന്ന് പോലും ചിന്തിക്കാത്ത, ലോക സിദ്ധാവായ റബ്ബിനെ പോലും അറിയാത്ത, ഒരാ റബ്ബിനെ അംഗീകരിക്കാൻ പോലും തയ്യാറാകാത്ത, ഏതോ നാട്ടില് പോക്കറ്റ് നിറക്കാൻ വേണ്ടി കളിക്കാൻ ഇറങ്ങിയവന് തോളിലേറ്റുന്നവനായി കൂടാ. അതുകൊണ്ട് നിനക്കൊരു ഫലവും കിട്ടാനില്ല. നിങ്ങൾ ആലോചിച്ചു, ഇന്നലെ കളി ഉണ്ടോ എന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ ഇതിനെപ്പറ്റി ആലോചിക്കാറില്ല. ഇന്നലെ കളി ഉണ്ടായിരുന്നു. ആ കളി കഴിഞ്ഞിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കാ, ഏറ്റവും ജീവിതത്തിലെ അമലിയുണ്ട് ആരോഗ്യമുള്ള സമയം. ആ ആരോഗ്യമുള്ള സമയം അല്ലാഹുവിന്റെ പൊരുത്തത്തിന് ചെലവഴിക്കാതെ നീ കളിക്ക് ചെലവഴിച്ചു. നിങ്ങളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഏതെങ്കിലും അങ്ങനെ ചെലവഴിക്കുന്നവരുണ്ടെങ്കിൽ അവരോടാ പറയുന്നത്. അവരാ സമയം 3 മണിക്കൂറോ എത്ര മണിക്കൂറായി ഉണ്ടാകലെന്ന് പോലും എനിക്കറിയില്ല. ആ മണിക്കൂർ അതിനു വേണ്ടി ചെലവഴിച്ചിട്ട് അവസാനം കിട്ടിയ റിപ്പോർട്ട് എന്താണ്? ഇന്ന് ടീം തോറ്റുപോയി, ഇന്ന് ടീം ജയിച്ചുപോയി. ചോദിക്കട്ടെ ചെറുപ്പക്കാരാ, ആ കളി മുഴുവനും കഴിയുന്നത് വരെ കാത്തിരുന്ന് കണ്ട നീയും, അത് കഴിഞ്ഞിട്ട് പത്രത്തിലോ അല്ല ന്യൂസിലോ അല്ല SMS-ലോ വാട്സപ്പിലോ വായിച്ചിട്ടറിഞ്ഞവരും തമ്മിലുള്ള അന്തരം ഒന്ന് പറഞ്ഞു തരുമോ? അത് പറഞ്ഞു തരുമോ? 3 മണിക്കൂർ ഫുൾ സമയം എത്ര മണിക്കൂറായി? 1 മണിക്കൂറാ അല്ലെ 2 മണിക്കൂറോ? എത്ര മണിക്കൂറായി ഉണ്ടാകല്? ആ സമയം മുഴുവനും ഇരുന്നിട്ട് ചെലവഴിച്ച് കണ്ടു. അത് കണ്ടിട്ട് അവസാനം എനിക്ക് എന്താ വിവരം കിട്ടിയ? ഒന്നിരിക്കെ ഒരു ടീം ജയിച്ചു അല്ലെങ്കിൽ തോറ്റു അല്ലേ? അത് ആ വിവരം ഇതിനു വേണ്ടിയല്ലേ നീ 2-3 മണിക്കൂർ ചെലവഴിച്ചത്, കുറെ ഫ്ലക്സും കെട്ടി നടന്നത്? ഞാൻ ചോദിക്കുന്നത്, നിന്നെ പോലെ ഒന്നും അറിയാത്ത, ഇതിനെ കുറിച്ച് ഒന്നും ചിന്തിക്കാത്ത ഈ ഉസ്താദുമാർ അറിയണമെന്ന് വിചാരിച്ച വാട്സപ്പ് ഒക്കെ തിരിയൂലേ, TV ഒക്കെ തിരിയൂലേ? 1 സെക്കൻഡ് കൊണ്ട് അറിയാൻ പറ്റുന്ന സമയം, ആ സമയം ചെലവഴിച്ചാൽ അറിയുന്ന ഒരു സംഗതിക്ക് വേണ്ടി ചിലപ്പോൾ നീ പറയും, ഇന്നത്തെ കാലത്ത് അതൊന്നും അറിഞ്ഞില്ലെങ്കിൽ ഒന്നിനും പറ്റാത്തവനായി പോകും. ഈ മൂല്യന്മാരൊക്കെ ഒന്നിനും പറ്റാത്തവരാ. ഈ പറയുന്ന ഇതുമായിട്ട് ബന്ധമില്ലാത്ത എത്ര ആളുകൾ ഇവിടെ ജീവിക്കുന്നുണ്ട്, അവരൊക്കെ പൊട്ടന്മാരാ. നിനക്ക് തോന്നുകയാണ് വെറുതെ അതൊക്കെ ഉണ്ടായാലേ ലോകത്ത് വലിയ ആളാകുമെന്ന് നിനക്ക് ഇങ്ങനെ തോന്നുകയാണ്. മുസ്ലിമേ, നിന്റെ സമയം ചെലവഴിക്കുന്നത് ബുദ്ധിയുള്ള ആവശ്യത്തിന് വേണ്ടിയാകണം. അറിയാത്ത ആളും ചെറിയ സെക്കൻഡ് 2 മിനിറ്റ് ചെലവഴിച്ചറിഞ്ഞവനും മണിക്കൂറുകളോളം ചെലവഴിച്ചിട്ട് അറിഞ്ഞ നീയും തമ്മിൽ എന്താ വ്യത്യാസം? ഒന്നുമില്ല. നീ ഒരുപാട് സമയം വെറുതെ കളഞ്ഞു, അയാള് 2 മിനിറ്റേ കളഞ്ഞുള്ളൂ. തീരെ ചിന്തിക്കാത്തവനോ അവൻ 2 മിനിറ്റും നഷ്ടപ്പെടുത്താത്ത ബുദ്ധിമാനായി. അല്ലെങ്കിലോ നീ കണ്ടതുകൊണ്ട് നിനക്ക് നിന്റെ പോക്കറ്റില് പൈസ നിറഞ്ഞോ? നിന്റെ പോക്കറ്റില് പൈസ നിറഞ്ഞില്ല എന്ന് മാത്രല്ല, നീ ഇതിങ്ങനെ നോക്കിയിരിക്കുമ്പോ നിന്നെ പറ്റിക്കാൻ വേണ്ടി അതിന്റെ ഇടയിൽ ഇങ്ങനെ കുറെ പരസ്യം